ഓം ശാന്തി 10-12-2021। बाबा कहते मीठे बच्चे, देह अभिमान में आने से पाप होते हैं, इसलिए देही अभिमानी बनो। तुम्हारे मैनर्स बहुत अच्छे होने चाहिए, किसी को भी दुख नहीं देना है. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ പാപങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ദേഹി അഭിമാനിയാകും, ആത്മ അഭിമാനിയാകും. ഇപ്പൊ ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ പാപം ഉണ്ടാകുന്നു. അതുകൊണ്ട് ആത്മ അഭിമാനിയാകൂ, ദേഹി അഭിമാനിയാകൂ. നിങ്ങളുടെ മാനസ് വളരെ നല്ലതാകേണ്ടത് ആവശ്യമാണ്. അല്ലെ, കുട്ടികളുടെ പെരുമാറ്റം വളരെ നല്ലതാകേണ്ടത് ആവശ്യമാണ്. ആർക്കും തന്നെ ദുഃഖം കൊടുക്കാൻ പാടില്ല. ചോദ്യം, इक्को 21 जन्मों की प्रारब्ध पाने के लिए बनाने के लिए आप कौन सी सहज युक्ति बताते? 21 ജന്മങ്ങളിലേക്കുള്ള പ്രാപ്തികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ബാബ ഏതൊരു സഹജമായ യുക്തിയാണ് പറയുന്നത്? 21 ജന്മങ്ങളിലേക്കുള്ള പ്രാപ്തികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ബാബ ഏതൊരു സഹജമായ യുക്തിയാണ് പറയുന്നത്? उत्तरम, बच्चे, ये ईश्वरीय बैंक है, इसमें जितना जमा करेंगे उतने 21 जन्म प्रारब्ध पाएंगे. ബാബ പറയാണ്, കുട്ടികളെ, ഇത് ഈശ്വരീയ ബാങ്ക് ആണ്. ഇതിൽ എത്രമാത്രം നിറയ്ക്കുന്നുവോ അത്രയും 21 ജന്മത്തേക്കുള്ള പ്രാപ്തികൾ നേടാൻ സാധിക്കും. ഈശ്വരീയ സ്ഥാപന के कार्य में सफल करने से ही जमा होगा, बाकी तो सबका देवाला निकलना है. ഈശ്വരീയ സ്ഥാപനയുടെ കാര്യത്തിൽ സഫലമാക്കുന്നതിലാണ് സ്റ്റോക്ക് നിറയുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ പാപ്പരാകും, എല്ലാം നശിക്കുക തന്നെ ചെയ്യും. तो ये है ही दुखधाम, अर्थ के होगी आगे लगेगी. ഈ ലോകം തന്നെ ദുഃഖധാമമാണ്. ഇവിടെ ഭൂകമ്പം ഉണ്ടാകും, തീ പിടിക്കും, അല്ലെ, പല പ്രകാരത്തിലും പ്രകൃതിക്ഷോഭങ്ങൾ ഇവിടെ സംഭവിക്കും. സബ്കോ ഘാട്ട പഠന ഹെ, എല്ലാവർക്കും നഷ്ടങ്ങൾ സംഭവിക്കും. ഇസ്ലിയേ കഹത്തെ ഹെ കിൻകി ദബി രഹേഗി ധൂൾ മേ കിൻകി രാജാ ഖായേ. അതുകൊണ്ടാണ് പറയുന്നത്, ചിലരുടേത് മണ്ണോട് മണ്ണായിട്ട് കലർന്നു പോകും, ചിലരുടേത് രാജാവ് എടുക്കും. അതായത് നാടിന്റെ കരമായിട്ടും എല്ലാം അത് കൊണ്ടുപോകും. ചിലരുടേത് കള്ളൻ കൊണ്ടുപോകും, കൊള്ളയടിക്കപ്പെടും എന്ന് പറയുന്നു. അപ്പൊ 21 ജന്മങ്ങളിലേക്കുള്ള പ്രാപ്തികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കുട്ടികൾ മനസ്സിലാക്കണം, ഇത് ഈശ്വരീയ ബാങ്കാണ്. ഇവിടെ നമ്മൾ എത്രമാത്രം നിറയ്ക്കുന്നുവോ അത്രയും 21 ജന്മത്തേക്ക് നമുക്ക് പ്രാപ്തികളാൽ സമ്പന്നരാകാൻ കഴിയും, പ്രാപ്തികൾ നേടുവാൻ കഴിയും. ഈശ്വരീയ സ്ഥാപനയുടെ ഈ കാര്യത്തിൽ നമ്മള് സഫലമാക്കുന്നതിലൂടെയാണ് നമ്മളുടെ സ്റ്റോക്ക് നിറയുന്നത്, പ്രാപ്തികൾ നിറയുന്നത്, സ്റ്റോക്ക് ആകുന്നത്. ബാക്കി ഇവിടെ എല്ലാവരും തന്നെ പാപ്പരായിട്ട് മാറും. അതായത് ഇത് ദുഃഖധാമമാണ്, ഇവിടെ ഭൂകമ്പം ഉണ്ടാകും, തീ പിടിക്കും, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സർവർക്കും നഷ്ടം ഉണ്ടാകുക തന്നെ ചെയ്യും. ചിലരുടേത് മണ്ണോട് മണ്ണായി കലർന്നു പോകും, ചിലരുടേത് കൊള്ളയടിക്കപ്പെടും, ചിലരുടേത് രാജാവ് എടുക്കും. ഓം ശാന്തി. बच्चों को अभी रचना और रचना के आदि मध्य अंत का नॉलेज बुद्धि में. ഇവിടെ കുട്ടികൾക്ക് രചയിതാവിനെ കുറിച്ചും രചനയുടെ ആദി മധ്യ അന്തത്തിനെ കുറിച്ചുമുള്ള നോളേജ് ഉണ്ട്. ये भी समझते हैं कि हम ഭാരതവാസി पहले पहले सतयुग में सदो प्रधान थे. ഇതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ഭാരതവാസികൾ സത്യയുഗത്തിൽ സദോ പ്രധാനമായിരുന്നു. तो ये याद बच्चों के लिए बहुत जरूरी है. ബാബ പറയാണ്, ഈ ഓർമ്മ
കുട്ടികൾക്ക് വേണ്ടി വളരെ ആവശ്യമാണ്. അല്ലെ? കുട്ടികൾ ഇതെല്ലാം ഓർമ്മിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. ഹർ ഹർദം യാദ് യാത്രാമേ രേനഹി. ബാബ പറയാണ്, ഓർമ്മയാകുന്ന യാത്രയില് ഓരോരോ സമയവും ഓരോ നിമിഷവും ഓർമ്മയാകുന്ന യാത്രയിൽ ഇരിക്കണം. ഇസ്മേ തോ ബഡി മെഹനത് ചാഹിയേ. ഇതിൽ നമുക്ക് വളരെയധികം പരിശ്രമത്തിന്റെ ആവശ്യകതയുണ്ട്. പരന്തു രചിത ഓർ രചന കാ ജ്ഞാൻ തോ ബുദ്ധി മേ ഹോനാ ചാഹിയേ. പക്ഷെ രചയിതാവിനെ കുറിച്ചും രചനയെ കുറിച്ചുമുള്ള ജ്ഞാനം കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. तो हम सतयुग में देवी देवता दे उसको स्वर्ग कहा जाता है. നമ്മൾ സത്യയുഗത്തിൽ ദേവി ദേവതകളായിരുന്നു, അല്ലെ? ആ സത്യയുഗത്തെയാണ് നമ്മൾ സ്വർഗം എന്ന് വിളിച്ചത്. ദേവി ദേവതായി വിശ്വക്ക് മാലിക്. ദേവി ദേവതകൾ വിശ്വത്തിന്റെ അധികാരികളായിരുന്നു. ഏകി ധർമ്മത, ഒരേ ഒരു ധർമ്മം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അക്ഷരവും പൂര സമജ്നായി. ബാബ പറയാണ്, അക്ഷരങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. തും ബच्चे जानते हो कि സത്യയുഗ ആദി में ही हम सूर्यवंशी घराने में. ബാബ പറയാണ്, കുട്ടികൾക്കറിയാം, സത്യയുഗത്തിന്റെ ആദിയിലാണ് നമ്മൾ സൂര്യവംശി രാജധാനിയിൽ ഉണ്ടായിരുന്നത്. രജിത ബാബാനെ जो आदि मध्य अंत का ज्ञान सुनाया वो तो हर एक की बुद्धि में रहनी चाहिए. രചയിതാവായ ബാബ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം നമ്മൾ കുട്ടികളെ കേൾപ്പിച്ചിട്ടുണ്ട്. അത് ഓരോ കുട്ടികളുടെയും ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. वो कभी भूलना नहीं चाहिए. രചയിതാവിനെ കുറിച്ചും രചനയെ കുറിച്ചും ബാബ നൽകിയ ജ്ഞാനം ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ये भी तुम जानते हो कि हम पुनर्जन्म लेते लेते फिर त्रेता में आए हैं. നമ്മൾ കുട്ടികൾക്കറിയാം, നമ്മൾ പുനർജന്മം എടുത്തെടുത്ത് ത്രേതായുഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. ദോ കല കം ഹോ ഗയി. ബാബ പറയാണ്, അപ്പോൾ 2 കല കുറഞ്ഞുപോയി. ത്രേതായുഗത്തിലേക്ക് വന്നപ്പോ 2 കല കുറഞ്ഞുപോയി. സൃഷ്ടി ഭി പുരാണി ഹോത്തി ജാതി ഹെ. പിന്നെ സൃഷ്ടിയും പഴയതായിക്കൊണ്ടേയിരിക്കുകയാണ്. ഹം പുനർജന്മ ലേത്തെ ലേത്തെ ത്രേതാമേ ആയി. तो ये अच्छी रीति बुद्धि में रखना है. ബാബ പറയാണ്, കുട്ടികളെ ഈ കാര്യങ്ങൾ നല്ല പോലെ കുട്ടികളുടെ ബുദ്ധിയിൽ വെക്കണം. ജിത്ന തും യാദ് മേ രഹിങ്കെ ഉത്ന ഖുശി കാ പാരാ ചടേഗ. എത്രമാത്രം കുട്ടികൾ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നുവോ അത്രയും കുട്ടികളുടെ ഉള്ളിൽ സന്തോഷത്തിന്റെ വേലിയേറ്റം ഉണ്ടാകും. അല്ലെ? കുട്ടികളുടെ മനസ്സ് സന്തോഷത്താൽ നിറയും. ഉള്ളിൽ സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഫിർ ത്രേതാ കെ അന്ത് കെ ബാദ് ആതാ ഹി ദ്വാപർ. ത്രേതായുഗത്തിന്റെ അന്ത്യത്തിന് ശേഷം വരുന്നത് ദ്വാപര യുഗമാണ്. ദ്വാപർ ശുരു ഹോനെ സെ ദൂസരെ ധർമ്മ സ്ഥാപൻ ഹോത്തെ. ദ്വാപരയുഗം ആരംഭിക്കുമ്പോൾ മറ്റ് ധർമ്മങ്ങളും സ്ഥാപിക്കപ്പെടുന്നു. तो हम उतरते उतरते ഭക്തി മാർഗമേ ആത്തെ ഹെ. ബാബ പറയാണ്, നമ്മൾ ജന്മങ്ങളിലൂടെ ഇറങ്ങി ഇറങ്ങി ഭക്തി മാർഗത്തിലേക്ക് വന്നു. ऐसे नहीं कहेंगे कि उस समय और धर्म भी ഭക്തി മാർഗമേ ഹെ. ബാബ പറയാണ്, അങ്ങനെ ഒരിക്കലും പറയില്ല. ആ സമയത്ത് മറ്റ് ധർമ്മങ്ങൾ ഭക്തി മാർഗത്തിൽ ഉണ്ടായിരുന്നു. ഏ കഹാനി സാരി തും ഭാരതവാസിയും കിലേഹി. അപ്പോ ബാബ പറയാണ്, അല്ലെ, യഥാർത്ഥത്തിൽ എന്താണ്? ദ്വാപരയുഗം ആരംഭിക്കുമ്പോൾ മറ്റു ധർമ്മങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു. നമ്മളും ജന്മങ്ങളുടെ പടിയിറങ്ങി ഭക്തി മാർഗത്തിലേക്ക് വരികയാണ്, അല്ലെ? അപ്പൊ ആ സമയത്ത് ആരും പറയുന്നില്ല, അല്ലെ, ആ സമയത്ത് മറ്റു ധർമ്മങ്ങളും ഭക്തി മാർഗത്തിലുണ്ട് എന്ന് ആരും എടുത്തു പറയുന്നില്ല. ഏ കഹാനി സാരി തും ഭാരതവാസിയും കിലേഹി. ബാബ പറയാണ്, ഈ കഥകളെല്ലാം നിങ്ങൾ ഭാരതവാസികൾക്ക് വേണ്ടിയാണ്. ബൽ രാവൺ രാജ് ഹെ പരന്തു ഉനോക്കെ ലിയെ രാവൺ രാജിനെ കഹെങ്കെ. ബാബ പറയാണ്, ഇത് രാവണ രാജ്യമാണ്, പക്ഷേ ഒരിക്കലും രാവണ രാജ്യത്തിൽ ജീവിക്കുന്നവര് ഇത് ഞങ്ങൾ രാവണ രാജ്യത്തിലാണ് എന്ന് പറയുന്നില്ല, അല്ലെ? അവരെ സംബന്ധിച്ച് അവർ രാവണ രാജ്യം എന്ന് പറയുന്നില്ല. നമ്മളാണ് പറയുന്നത് ഇത് രാവണ രാജ്യമാണ്. കാരണം ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. तो वो अपना समय पर സദോ പ്രധാൻ സദോ രജോ തമോമേ ആത്തെ ഹെ. ബാബ പറയാണ്, അവര് അവരുടെ സമയത്ത്, അല്ലെ,
ബാബ മനസ്സിലാക്കി തരികയാണ്. അതായത് ഓരോരുത്തരും അവരവരുടെ സമയത്താ വരുന്നത്. ഏറ്റവും തമോപ്രധാനമായ ലോകത്തിലേക്ക് വരുന്നവര് ഞങ്ങൾ രാവണ രാജ്യത്തിലാണ് എന്ന് അവരൊരിക്കലും എടുത്തു പറയുന്നില്ല, അല്ലെ? അപ്പൊ ചിലര് സതോപ്രധാനമായ സമയത്താണ് വരുന്നത്, ചിലര് രജോപ്രധാനമായ കാലഘട്ടത്തിലാണ് വരുന്നത്, ചിലര് തമോപ്രധാനമായ കാലഘട്ടത്തിലാണ് വരുന്നത്. അപ്പൊ തമോപ്രധാനമായ കാലഘട്ടത്തിൽ വരുന്നവർ ഒരിക്കലും ഞങ്ങൾ രാവണ രാജ്യത്തിലാണെന്ന് പറയുന്നില്ല, അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ധർമ്മം കി സ്ഥാപന ഹോനി ഹേ ഫിർ വൃദ്ധി കോ പാത്തെ ജാത്തെ. ദ്വാപരയുഗത്തിനാണ് മറ്റു ധർമ്മങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ബാബ നമുക്ക് മനസ്സിലാക്കി തരികയാണ്, ധർമ്മങ്ങളുടെ സ്ഥാപന ഉണ്ടാകുകയാണ്, അപ്പോഴാണ് ആത്മാക്കളുടെ വൃത്തിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഫിർ ഗിർത്തെ ഭി രഹത്തെ ഹെ, പിന്നെ ജന്മങ്ങളുടെ പടി ഇറങ്ങി ഇറങ്ങി താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ചക്രത്തോ ഫിർനാഹി, ഈ കാലചക്രം അല്ലെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ സമയത്തും ജാൻതേ ഹോ ദ്വാപർ കെ ബാദ് ഭക്തി മാർഗ് ശുരു ഹുവാ. ഈ സമയത്ത് നിങ്ങൾ കുട്ടികൾക്കറിയാം, ദ്വാപര യുഗത്തിന് ശേഷം ഭക്തി മാർഗം ആരംഭിച്ചു. ഓർബി ധർമ്മ സ്ഥാപന ഹുയേ, മറ്റ് ധർമ്മങ്ങളും സ്ഥാപിക്കപ്പെട്ടു. അഭിത്തോ ഹേ കലിയുഗ് തമോ പ്രധാൻ ദുനിയ, ഈ സമയത്ത് ലോകം കലിയുഗമാണ്, തമോ പ്രധാനമായ ലോകമാണ്. സൃഷ്ടി പുരാണി ഹോനെക്ക് കാരൺ സബ് തമോ പ്രധാൻ ഹോ ഗയേ, സൃഷ്ടി പഴയതായത് കാരണം എല്ലാം തന്നെ തമോ പ്രധാനമായി കഴിഞ്ഞു. അബ് തോ യേ ജ്ഞാൻ തും ബച്ചേ ഹി ജാനത്തെ. ബാബ പറയാണ്, ഈ സമയത്ത് ഈ ജ്ഞാനം നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ അറിയാവൂ. യേ ഹേ സഹജത്തെ സഹജബാത്. ഇവിടെ ബാബ പറയുന്നത് ഏറ്റവും സഹജത്തിലും സഹജമായ കാര്യമാണ്. തോ ജോ ബച്ചാ ഭി യാദ് കർ ലേ പരന്തു വോ യാദ് കരേങ്കെ തോത്തെ മുവാഫിക്. ബാബ പറയാണ്, ഏത് കുട്ടികൾക്കും ഓർമ്മിക്കാം, പക്ഷെ പലപ്പോഴും ഓർമ്മിക്കുന്നത് എന്താണ്? തത്തയെ പോലെയാണ്, അല്ലെ? തത്ത ഉരുവിടുന്നത് പോലെ. ഇപ്പൊ നമ്മൾ നേരത്തെയൊക്കെ നാമങ്ങൾ ചൊല്ലിയിരുന്നു, സഹസ്രനാമം ചൊല്ലിയിരുന്നു, അതൊക്കെ നമ്മൾ കാണാതെ ഉരുവിടുമായിരുന്നു. അതേപോലെ ബാബയെ ഓർമ്മിക്കുന്നതും കുട്ടികൾ എന്ത് ചെയ്യാണ്? അല്ലെ? തത്ത പറയുന്നത് പോലെ ഉരുവിടുകയാണ്. പക്ഷെ ഇത് എത്ര സഹജത്തിലും സഹജമാണ്. बच्चा भी याद कर ले परंतु वो भी याद करेंगे तोते मुआब. तो तुम बच्चों को तो वासना आती है, उस अनुसार तुम समझाएंगे. तुम जानते हो सारा जाड जड़ीभूत അവസ്ഥ में है. അപ്പോ ബാബ പറയാണ്, നോക്ക്, നിങ്ങൾ കുട്ടികൾക്ക് അല്ലെ, ഇപ്പം നമ്മൾ ആർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിലും അല്ലെ, അവിടെ നിന്നുള്ള ആ ഒരു ഫീലിങ്സ്, വൈബ്രേഷൻസ് അതിനനുസൃതമായിട്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു. തും ജാനത്തെ ഹോ സാരാ ജാഡ് ജഡീഭൂത് അവസ്ഥ കോ പായ ഹുവാ ഹെ. ഈ സമയത്ത് മുഴുവൻ വൃക്ഷത്തിന്റെ അവസ്ഥ എന്താണ്? മുഴുവൻ വൃക്ഷവും ഇന്ന് ജീർണിച്ച് ദ്രവിച്ച അവസ്ഥയിലാണ്. പെലെ പെലെ ജോ ആദി സനാതൻ ദേവി ദേവത ധർമ്മത ഉൻകാ ഫൗണ്ടേഷൻ അബ് ഹെ നഹി. ആദ്യം ഇവിടുത്തെ ധർമ്മം എന്താണ്? ആദി സനാതന ദേവി ദേവത ധർമ്മം, അതാണ് ഭാരതത്തിന്റെ ധർമ്മം, അല്ലെ? അതാണ് ഈ സൃഷ്ടിയിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ധർമ്മം, അതാണ് ഫൗണ്ടേഷൻ, അല്ലെ? ആദി സനാതന ദേവി ദേവത ധർമ്മമാണ് ഫൗണ്ടേഷൻ. പക്ഷെ ഇപ്പൊ ഫൗണ്ടേഷൻ ഇല്ല, അല്ലെ? ഫൗണ്ടേഷൻ ജീർണിച്ച് ദ്രവിച്ചു പോയി. പെലെ പെലെ ജോ तो बेल है भी तो अपने को हिंदू कहलाते. ശരിയാണ്, ആദി സനാതന ദേവി ദേവത ധർമ്മം ജീർണിച്ച് ദ്രവിച്ചു പോയി, ഇല്ല, അല്ലെ? തീർത്തും ഇവിടെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്താണ് അവസ്ഥ? അല്ലെ, അവസ്ഥ എന്തായി തീർന്നിരിക്കുകയാണ്? അതായത് എല്ലാവരും സ്വയത്തിനെ ഹിന്ദു എന്ന് വിളിക്കുകയാണ്. ഇസ്ലിയെ കഹ ജാത്താ ഹെ ദേവി ദേവത ധർമ്മ നഹി പ്രായോഗിക. അതുകൊണ്ടാണ് പറയുന്നത് ആദി സനാതന ദേവി ദേവത ധർമ്മം ഈ സമയത്തില്ല, അത് ലോപിച്ചു പോയിരിക്കുന്നു, അല്ലെ? ലോപിച്ചു പോയിരിക്കുന്നു എന്ന് പറയും. അതായത് ഈ സമയത്ത് ഹിന്ദുസ്ഥാനികള് സ്വയത്തിന് ഹിന്ദു എന്ന് വിളിക്കുന്നു. സബ് പതിത് ബൻഗയെ ഇസ്ലിയെ അപ്നെ കോ ദേവത കൊയ് കൈലാത്താ നഹി. എല്ലാവരും ഈ സമയത്ത് പതിതരായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് സ്വയത്തിനെ ദേവത എന്ന് ആരും വിളിക്കുന്നുമില്ല. നാ വോ ധർമ്മഹേ നാ കർമ്മഹേ, അല്ലെ? ആദി സനാതന ദേവി ദേവത ധർമ്മവും ഇല്ല, അതിനനുസൃതമായിട്ട് ദേവതകളെ പോലെ ശ്രേഷ്ഠമായ അല്ലെ കർമ്മവുമില്ല, അവരുടെ കർമ്മം പോലെ അല്ലെ പാപങ്ങളില്ലാത്ത കർമ്മങ്ങളും ഇല്ല. സത്യുഗമേ സബക കർമ്മ അകർമ്മ ഹോ ജാതാ ഹെ. സത്യയുഗത്തിലാണെങ്കിൽ സർവരുടെയും കർമ്മം അകർമ്മമാണ്, അല്ലെ? ഇത് പാപവുമില്ല പുണ്യവുമില്ല.
യഹ മനുഷ്യ ജോ കർമ്മ കർത്തേ ഹെ വികർമ്മ ബൻ ജാത്തെ. എന്നാൽ കലിയുഗത്തിലാണെങ്കിലോ മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വികർമ്മങ്ങളാണ്. तो तमो प्रधान होने के कारण अपने को देवता कोई कहला नहीं सकते. തമോ പ്രധാനമായത് കാരണം സ്വയത്തിനെ ദേവത എന്ന് വിളിക്കാൻ സാധിക്കുന്നുമില്ല. രാമപ്ലൻ അനുസാർ യബിനൂദഹെ. രാമപ്ലൻ അനുസരിച്ച് ഇതെല്ലാം ഫിക്സഡ് ആണ്. ജബ് പ്രായലോഭ് ഹോ തബ് തോ ബാബ ആക്കർ സത് ധർമ്മ കി സ്ഥാപന കർ. എപ്പോഴാണോ ഈ ധർമ്മം പ്രായലോഭമാകുന്നത്, അല്ലെ, മറഞ്ഞു പോകുന്നത്, ലോപിച്ചു പോകുന്നത്, ആ സമയത്ത് ബാബ വന്നിട്ട് സത്യധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ്. ഓർ അനേക ധർമ്മക്ക വിനാശ കരാത്തെ ഹെ. അനേക ധർമ്മങ്ങളുടെ വിനാശം ചെയ്യിപ്പിക്കുന്നു. നയി ദുനിയാമേ ഏക ഹി ആദി സനാതൻ ദേവി ദേവത ധർമ്മ. പുതിയ ലോകത്തില് ഒരേ ഒരു ആദി സനാതന ദേവി ദേവത ധർമ്മം മാത്രമാണ് ഉണ്ടായിരുന്നത്. तो अब शिव बाबा आकर फिर से ब्रह्मा द्वारा देवी देवता धर्म की स्थापना करते. शिव बाबा വന്നിട്ട് വീണ്ടും ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ബ്രഹ്മാവിലൂടെ ചെയ്യുകയാണ്. തുംഹോ മുഖവംശാവലി ബ്രാഹ്മൺ. അല്ലെ, നമ്മൾ കുട്ടികൾ ആരാണ്? മുഖവംശാവലി ബ്രാഹ്മണരാണ്. ക്രൈസ്റ്റ് ദ്വാര ക്രിസ്ത്യൻ ബനി. ഉനു കവി മുഖവംശാവലി കഹി. ക്രൈസ്റ്റിലൂടെ ക്രിസ്ത്യൻസ് ഉണ്ടായി. അപ്പോ എന്ത് പറയും? അവരും മുഖവംശാവലികളാണ്, ക്രൈസ്റ്റിലൂടെ ക്രിസ്ത്യാനികൾ. ബച്ചേ തോ നഹി ദേനാ. അവരും മുഖവംശാവലികളാണ്, പക്ഷെ മക്കളല്ല. വൈസേ തുമ്പി ബ്രഹ്മദ്വാര ബ്രാഹ്മൺ ബനി. അതേപോലെ അല്ലെ, നമ്മൾ കുട്ടികളും ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരായി തീർന്നു. അസുൽമേ തുമുഹോ ശിവ ബാബാക്കെ ബച്ചേ. യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികൾ ആരാണ്? ശിവബാബയുടെ മക്കളാണ്. ഇസമയ തും ബ്രഹ്മദ്വാര ബ്രാഹ്മൺ ബനേഹോ. അല്ലെ, ഈ സംഗമയുഗത്തിൽ ഈ സമയത്ത് നമ്മൾ ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരായി മാറിയിരിക്കുകയാണ്. ശിവബാബ ഖുദ് ഇൻ ദ്വാര ദേവി ദേവത ധർമ്മക്ക് സ്ഥാപൻ കർത്തേ. ശിവബാബ സ്വയം ബ്രഹ്മാവിലൂടെ ദേവി ദേവത ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യും. ക്യോങ്കി ഉൻകോ ഹി സാരി പുരാണി ദുനിയാക്ക വിനാശ് ഭി കരാനാ ഹി. അല്ലെ, യഥാർത്ഥത്തില് ശിവബാബ വന്നിട്ട് ബ്രഹ്മാവിലൂടെ ദേവി ദേവത ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യാണ്. അല്ലെ, പഴയ ലോകത്തിന്റെ മുഴുവൻ വിനാശവും ബാബ തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. തോ യേ വിനാശ കാ കാര്യം കോയി കർത്തേ നഹി. അല്ലാതെ വിനാശത്തിന്റെ കാര്യം വേറെ ആരും ചെയ്യുന്നില്ല. ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യിപ്പിക്കുന്നു, വിഷ്ണുവിലൂടെ പാലന ചെയ്യിപ്പിക്കുന്നു, ശങ്കരനിലൂടെ ശിവബാബ വിനാശം ചെയ്തു. तो आकर अपना अपना ധർമ്മസ്ഥാപൻ करते हैं. ബാബ പറയാണ്, ബാക്കി ധർമ്മസ്ഥാപകരെല്ലാം അവരവരുടെ ധർമ്മസ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. फिर वो ധർമ്മവൃദ്ധിക്കോ പാते हैं. അതിനുശേഷം ആ ധർമ്മം അല്ലെ വൃദ്ധിയെ പ്രാപിക്കുന്നു, വൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. तो अभी है ही തമോ പ്രധാൻ ദുനിയ കലിയുഗ അനു. ബാബ പറയുന്ന ഈ സമയം എങ്ങനെയുള്ള സമയമാണ്? തമോ പ്രധാനമായ ലോകമാണ്, കലിയുഗത്തിന്റെ അന്ത്യമാണ്. ശാസ്ത്രമേത്തോ കലിയുഗക്ക് ആയു ലാഖും വർഷത്തിക്ക്. അല്ലെ, ബാബ പറയാണ് ശാസ്ത്രങ്ങളില് കലിയുഗത്തിന്റെ അല്ലെ കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷം, ഓരോ യുഗവും ലക്ഷക്കണക്കിന് വർഷമായിട്ട് കാണിച്ചിരിക്കുന്നു. കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷമായിട്ട് കാണിച്ചിരിക്കുന്നു. തും ജാനത്തെ ഹോ യേ ശാസ്ത്ര ആദി സബ് ഭക്തി മാർഗക്ക് സമഗ്ര. ഇവിടെ കുട്ടികൾക്കറിയാം, ഈ ശാസ്ത്രങ്ങളെല്ലാം വാസ്തവത്തിൽ എന്താണ്? ഭക്തി മാർഗത്തിന്റെ സാമഗ്രികളാണ്. ജോ വഹാ സത്യുഗമേ നഹി ഹോഗി വഹാ വോ അനേക ധർമ്മ നഹി ഹോങ്കെ. ബാബ പറയാണ്, ഇതൊന്നും സത്യയുഗത്തിൽ ഉണ്ടായിരിക്കില്ല. ഭക്തിമാർഗത്തിന്റെ സാമഗ്രികളായ ശാസ്ത്രങ്ങളും വേദങ്ങളും ഉപനിഷത്തുക്കളും ഒന്നും തന്നെ സത്യയുഗത്തിൽ ഉണ്ടായിരിക്കില്ല. അവിടെ അനേക ധർമ്മങ്ങളും ഉണ്ടായിരിക്കില്ല. ഇസ്ലാമി, ക്രിസ്ത്യൻ ആദി സബി ധർമ്മ ദ്വാപരമേ സ്ഥാപന ഹോത്തെ ഹി. ഇസ്ലാമികളും ക്രിസ്ത്യൻസും അല്ലെ, ബാബ പറയാണ് ബുദ്ധമതവും എല്ലാ മതങ്ങളും എല്ലാ ധർമ്മങ്ങളും ദ്വാപര യുഗത്തിലാണ് ആരംഭിക്കുന്നത്. അല്ലെ, ഇത് ഈ ധർമ്മങ്ങളെല്ലാം വരാൻ ആരംഭിക്കുന്നതും സ്ഥാപിക്കപ്പെടുന്നതും ദ്വാപര യുഗത്തിലാണ്. ഫിർ ഹറേക്കിനെ അപ്ന അപ്ന ശാസ്ത്രമായിട്ട് ബനായ. അങ്ങനെ ഓരോ ധർമ്മങ്ങളും ദ്വാപരയുഗം മുതൽ വരാൻ ആരംഭിച്ചു. എന്നിട്ട് ഈ ഓരോ ധർമ്മസ്ഥാപനയും നടക്കുമ്പോൾ
എന്താ സംഭവിക്കുന്നത്? അവരുടെ എല്ലാ ധർമ്മത്തിന്റെ ശാസ്ത്രങ്ങളും നിർമ്മിക്കപ്പെട്ടു. അഭി സാരി സൃഷ്ടി ഹേ പതീത്, ഇസ്ലിയെ പതീത് പവൻ ബാപ്പു സബ് ബുലാത്തെ ഹേ. അപ്പൊ ബാബു പറയാണ് എല്ലാ മതങ്ങളും അവരവരുടെ ശാസ്ത്രങ്ങള് അല്ലെ അവരവരുടെ ധർമ്മഗ്രന്ഥങ്ങൾ നിർമ്മിച്ചു. ഇപ്പൊ മുഴുവൻ സൃഷ്ടിയും പതീതമാണ്. പതീത പാവനായ ബാബയെ എല്ലാവരും വിളിക്കാണ് അല്ലെ. വന്ന് എന്താ വിളിക്കുന്നത്? ആക്കർ ഹമാര ദുഃഖഹാരോ സുഖദോ. കാരണം കലിയുഗത്തിൽ ആകെ ദുഃഖമായി അല്ലെ. കലിയുഗത്തില് എല്ലാവരും പതീതരായി. അപ്പൊ എല്ലാവരും ആരെ വിളിക്കാണ്? പതീത പാവന വരൂ അല്ലെ, വന്ന് ഞങ്ങളുടെ ദുഃഖത്തെ ഹരിക്കൂ, സുഖം നൽകൂ. ഗോപി കഹത്തെ ഹേ ഹമാര ഗൈഡ് ബൻ ഹംകോ ഘർ ലേ ചലോ. അല്ലെ, ഞങ്ങളുടെ വഴികാട്ടിയായിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ, ഞങ്ങൾക്ക് മുക്തി നൽകൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കാണ്. ഗൈഡ് തോ സബ്കാ ഹോത്താ ഹെ നാ. ബാബ ചോദിക്കാണ്, ബാബ എല്ലാവരുടെയും ഗൈഡ് അല്ലേ? തും സഭി കോൺട്രാസ്റ്റ് को समझ गए हो तो वो पंडे तीर्थयात्रा पर धक्के खिलाते हैं. അല്ലെ, ബാബ പറയാണ് ബാബയാകുന്ന വഴികാട്ടിയെ കുറിച്ചും തീർത്ഥയാത്രകളിൽ കാണുന്ന വഴികാട്ടികളും തമ്മില് എത്രയോ അന്തരമുണ്ട്. അവര് വഴി കാണിച്ച് ചിലപ്പോ നമ്മളെ അങ്ങ് ദുർഘടം പിടിച്ച വഴിയിലൂടെ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയെന്ന് വരും. തുംഹോ റുഹാനി പണ്ഡെ. അല്ലെ, ബാബ പറയാണ് നമ്മളാണ് ആത്മീയ വഴികാട്ടികൾ. പാണ്ഡവ സമ്പ്രദായ ശിവബാബയ്ക്ക് ബച്ചേബി പണ്ടേ. പാണ്ഡവ സമ്പ്രദായം അല്ലെ, നമ്മള് ആത്മീയ വഴികാട്ടികളാണ്. വഴികാട്ടി എന്ന് പറഞ്ഞാൽ ഹിന്ദിയില് പണ്ട എന്ന് പറയുന്നത്. ബാബ പറയാണ് നിങ്ങളാണ് പാണ്ഡവർ, പാണ്ഡവ സമ്പ്രദായം. ശിവബാബയ്ക്ക് ബച്ചേബി പണ്ടേ അല്ലെ, ശിവബാബയുടെ കുട്ടികൾ ആരാണ്? അല്ലെ, വഴികാട്ടികളാണ്, പണ്ടയാണ്. ബാബ് റുഹാനി യാത്ര സിഖിലാത്തെ. അപ്പൊ ബാബയും വഴികാട്ടിയാണ്, കുട്ടികളും വഴികാട്ടികളാണ്. അല്ലെ, ബാബ ആത്മീയ യാത്ര പഠിപ്പിക്കാണ്. ഹേ ആത്മാ തും അപ്നെ ബാപ് കോ യാദ് കരോ ഓർ ഘർ കോ യാദ് കരോ. ഇവിടെ ബാബ പറയാണ്, ഹേ ആത്മാക്കളെ, നിങ്ങൾ അച്ഛനെ ഓർമ്മിക്കൂ അല്ലെ, അച്ഛനെ ഓർമ്മിക്കൂ, വീടിനെ ഓർമ്മിക്കൂ. ബാബ കോ യാദ് കർണേ സേ ഘർ പഹുഞ്ച് ജായേംഗെ. ബാബയെ നമ്മൾ ഓർമ്മിച്ചാൽ നമുക്ക് വീട്ടിലെത്തിച്ചേരാൻ പറ്റും. യാദ് നഹി കരേംഗെ തോ ബാബ കട്ടേംഗെ നഹീ. ബാബയെ ഓർമ്മിച്ചില്ല എങ്കിൽ പാപങ്ങൾ കെട്ടാകില്ല. ബല്ലേ തോ സബ്കോ ജായേംഗെ പരന്തു സജാ കാക്കർ ഹിസാബ് കിതാബ് ചുക്തു കരേംഗെ. അല്ലെ, ബാബ എല്ലാവരെയും വീട്ടിലേക്ക് കൂടെ കൂട്ടിക്കൊണ്ട് പോകും. പക്ഷേ എന്തുണ്ട് അല്ലെ, നമ്മുടെ കർമ്മക്കണക്കുകളൊന്നും തീർന്നിട്ടില്ല, വികർമ്മങ്ങളുടെ ചുവട് ബാക്കിയുണ്ട് എങ്കിൽ ശിക്ഷകൾ അനുഭവിച്ച് കണക്ക് തീർത്തിട്ട് പോകേണ്ടതായിട്ട് വരും. അഥവാ യോഗബൽ സെ ചുക്തത്വ ജരൂർ കർണ ഹെ. ഒന്നില്ലെങ്കിൽ ശിക്ഷകൾ അനുഭവിച്ച് നമ്മുടെ കർമ്മക്കണക്കുകൾ നമ്മൾ അവസാനിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ യോഗബലത്തിലൂടെ നമുക്ക് കർമ്മക്കണക്കുകളെ അവസാനിപ്പിക്കാൻ സാധിക്കും. തും ജാൻതേ ഹോ അഭി ഹം ജമാ കർ രഹേ. ഇവിടെ കുട്ടികൾക്ക് അറിയാം, നമ്മൾ ഇപ്പോൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ജിത്ന പവിത്ര ബൻ ജാസ്തി കമായി കരേംഗെ ഉത്ന ജമാ ഹോത്താ ഹെ. എത്രമാത്രം പവിത്രമായിട്ട് നമ്മൾ കൂടുതൽ സമ്പാദിക്കുന്നുവോ അത്രയും സമ്പാദ്യം നിറയും. എത്രമാത്രം നമ്മൾ പവിത്രമായി കൂടുതൽ സമ്പാദിക്കുന്നുവോ, എത്രമാത്രം ബാബയെ ഓർമ്മിക്കുന്നുവോ അല്ലെ, എത്ര പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രയും സമ്പാദ്യം നിറയാണ്. പുരുഷാരത്തിനേക്ക് കരേംഗെ തോ കുച്ച് ഭി ജമാ നഹീ ഹോഗാ. അല്ലെ, കുട്ടികള് സ്വയം ആത്മ ഉന്നതിക്ക് വേണ്ടിയുള്ള പുരുഷാർത്ഥം ചെയ്തില്ല എങ്കിൽ ഒരിക്കലും കുട്ടികളില് ഒന്നും നിറയാൻ പോകുന്നില്ല, സമ്പാദ്യം നിറയാൻ പോകുന്നില്ല. ഗാട്ട പഠിച്ചായക, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. തും ജാനത്തെ ഹോ ആധാ കൽപ്പ് ഹം ഗാട്ട പാത്തേ ഹി ആയി. അരകൽപ്പമായിട്ട് നമുക്ക് എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അബി ബിൽക്കുൽ ദേവാലയ ഹോകെ. നഷ്ടപ്പെട്ട് സത്യയുഗം ത്രേതായുഗം കഴിഞ്ഞപ്പോ നഷ്ടപ്പെടുത്താൻ തുടങ്ങിയതല്ലേ. രാജ്യഭാഗ്യം നഷ്ടപ്പെടുത്തി, എന്തെല്ലാം പദവി നഷ്ടപ്പെടുത്തി, എല്ലാം നഷ്ടപ്പെടുത്തിയില്ലേ അല്ലെ. ആത്മാവിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി, ഗുണങ്ങൾ നഷ്ടപ്പെടുത്തി, മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി, ശക്തികൾ നഷ്ടപ്പെടുത്തി, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇപ്പൊ ഏത് പരുവത്തിനായിരിക്കാണ്? പൂർണ്ണമായും അല്ലെ നാശത്തിന്റെ വക്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപ്പരായിട്ട് മാറിയിരിക്കുകയാണ്. ഹർ ബാത്മേ ദേവാല. ബാബ പറയാണ് ഓരോ കാര്യത്തിലും നമ്മൾ പാപ്പരായി കഴിഞ്ഞു. എന്നുവെച്ചാല് നമ്മുടെ ആത്മീയമായിട്ടുള്ള നമ്മുടെ വ്യക്തിത്വം മുഴുവൻ നമുക്ക് നഷ്ടമായി അല്ലെ. ഗുണങ്ങളും ശക്തികളും അല്ലെ നന്മകളും എല്ലാം നമ്മളിൽ കുറഞ്ഞുപോയി. ആത്മീയമായിട്ട് നമ്മൾ പാപ്പരായി തീർന്നു.
तो अभी बच्चों को 21 जन्मों के लिए जमा करना है. ഈ സമയത്ത് നമ്മൾ കുട്ടികള് 21 ജന്മത്തേക്ക് വേണ്ടി പുണ്യത്തെ നിറയ്ക്കണം. तो उसके लिए मुख्य है याद किया था. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ പുണ്യം നിറയ്ക്കാൻ ഏറ്റവും വലിയൊരു പുരുഷാർത്ഥം എന്താണ് അല്ലെ? ബാബ പറഞ്ഞ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യണം. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പഴയ സംസ്കാരങ്ങളുടെ പരിവർത്തനം ചെയ്യണം. ബാബയുടെ ശ്രീമത്തിലൂടെ പൂർണ്ണമായി നടക്കാൻ, ഓരോ കാര്യത്തിലും ബാബയുടെ ശ്രീമത്തിലൂടെ പൂർണ്ണമായി നടക്കാനായിട്ട് നമ്മൾ അല്ലെ പ്രയത്നിക്കണം, പുരുഷാർത്ഥം ചെയ്യണം. അതും പുരുഷാർത്ഥമാണ് അല്ലേ? അപ്പോ പിന്നെന്താണ് പുരുഷാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മുതലുള്ള നമ്മളുടെ ചിട്ടകള് നമ്മൾ കൃത്യമായിട്ട് ബാബയുടെ ബാബ തന്ന ദിനചര്യ പ്രകാരം ജീവിക്കണം അല്ലേ? പിന്നെ നമ്മൾ എത്ര കൂടുതൽ സമയം ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നു, ആ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കാൻ നമ്മൾ നോക്കുന്നത് അല്ലെ, യോഗം ചെയ്യുന്നത് പുരുഷാർത്ഥമാണ്. അപ്പൊ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുക അത് പുരുഷാർത്ഥമാണ്. അപ്പൊ അതും ചെയ്യണം. ഏറ്റവും മുഖ്യമായിട്ടത് ഓർമ്മയാകുന്ന യാത്രയാണ്. ഏതോ സദൈവ സ്മൃതി വരെ, ഇത് എപ്പോഴും നമ്മൾ സദാ സ്മൃതിയിൽ വെക്കണം. ജബ് ഫുർസത്ത് മിലേ തോ ഈ സ്മൃതി വരെക്കും, എപ്പൊ നമുക്ക് സമയം ലഭിക്കുകയാണെങ്കിലും നമ്മള് ഈ സ്മൃതിയിൽ ഇരിക്കണം അല്ലെ, ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. तो बाबा ज्ञान का सागर है, तुमको भी रचना के आदि मध्य अंत का नॉलेज है. ബാബ ജ്ഞാനസാഗരനാണ്. കുട്ടികൾക്കും രചനയുടെ ആദ്യ മധ്യ അന്ത്യത്തെ കുറിച്ചുള്ള ജ്ഞാനമുണ്ട്. ആപ് സമാൻ ബനാത്തെ ഹെ, ബാബ കുട്ടികളെ തനിക്ക് സമാനമാക്കി മാറ്റും അല്ലെ. ബാബ ജ്ഞാനസാഗരനാണെന്ന് പറയുമ്പോൾ ബാബയിലുള്ളത് എന്താണ്? സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തിന്റെ നോളേജാ. ആ നോളേജ് ബാബ കുട്ടികൾക്ക് നൽകുകയാണ്. എന്നിട്ട് കുട്ടികളെ തനിക്ക് സമാനമാക്കി മാറ്റും. जैसे बैरिस्टर, എഞ്ചിനീയർ ആദി പഠാക്കർ ആപ് സമാൻ ബനാത്തെ ഹെ. ബാബ പറയാണ് അല്ലെ, എഞ്ചിനീയർ ആണെങ്കിലും ബാരിസ്റ്റർ ആണെങ്കിലും പഠിപ്പിച്ച് തനിക്ക് സമാനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. तो ऐसे बाप भी बच्चों को आप समान देही अभिमानी बनाते. അതേപോലെ ബാബയും തന്റെ കുട്ടികളെ അല്ലെ തനിക്ക് സമാനം ദേഹി അഭിമാനികളാക്കി മാറ്റുകയാണ്. ബാബ് ദേഹാഭിമാൻ നഹി രക്തഹി അല്ലെ, ബാബ ഒരിക്കലും ദേഹാഭിമാനം ഉള്ള ആളല്ല, ദേഹാഭിമാനം സ്വയത്തിൽ പുലർത്തുന്നില്ല. तो ये तो पढ़ाई है ना, ये ज्ञान बाप में है, वो तुमको देते हैं. യഥാർത്ഥത്തിൽ ഇത് പഠിപ്പാണ് അല്ലെ, ബാബയിലുള്ള ജ്ഞാനമാണ് ബാബ കുട്ടികൾക്ക് നൽകുന്നത്. ബാബ് പവിത്രതാ കാ സാഗർ ഹെ, തുംകോ ഭി ആപ് സമാൻ പവിത്ര ബനാത്തെ ഹെ. ബാബ പവിത്രതയുടെ സാഗരമാണ്, കുട്ടികളെയും തനിക്ക് സമാനം പവിത്രമാക്കി മാറ്റുന്നു. तो जो नहीं बनेंगे वो सच्चाई खाएंगे. ആരാണ് പവിത്രമാകാത്ത കുട്ടികൾ, അവര് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. പദവി കം ഹോ ജായേഗ, ആ കുട്ടികൾക്ക് പദവിയും കുറഞ്ഞു പോകും. ഈ സമയം ऐसे नहीं कि धन से तुमको साहूकार बनना है. ഈ സമയത്ത് അങ്ങനെയല്ല അല്ലെ, ധനത്തിലൂടെ നമ്മൾ സമ്പന്നരാകണം അല്ലെ, ധനത്തിലൂടെയാണ് നമ്മൾ സമ്പന്നരാകുന്നത് അല്ല അല്ലെ. നഹി ബാബാനെ സംജായ ഗരീബി की एक पाई സാഹുക്കാർ का 1 രൂപയ സമാൻ അല്ലെ. ബാബ മനസ്സിലാക്കി തരികയാണ്, നിർധനരായിട്ടുള്ളവരുടെ 1 തുട്ട് പൈസയും സമ്പന്നരുടെ 1 രൂപയും സമാനമാണ്. दोनों को वर्ष इतना ही मिलता है. 2 കൂട്ടർക്കും സ്വത്ത് അത്രയും ലഭിക്കുന്നു. बाप है ही गरीब दिवाज इसलिए गायन भी है. अजामिल जैसे पापी अहल्या साहूकार का नाम नहीं गाया जाता है. അപ്പൊ ബാബ പറയാണ് അല്ലെ, ബാബയെ കുറിച്ച് എന്താ പറയുന്നേ? നിർധനരുടെ പാവങ്ങളുടെ പങ്കാളി എന്നാണ് വിളിക്കുന്നത്. ബാബ പറയണ മഹിമയുണ്ട്. അജാമിളനെ പോലെയുള്ള പാപികളെ അല്ലെ, കല്ല് ബുദ്ധിയായി തീർന്ന അഹല്യകളെ, കല്ല് പോലെ ആയി തീർന്ന അഹല്യകളെ, അവരെയെല്ലാം അല്ലെ മോക്ഷം കൊടുക്കുന്നത് ആരാണ്? ബാബയാണ്. സാഹുക്കാർക്ക് നാം നഹി ഗായ ജാത്ത അല്ലെ. ബാബ പറയാണ് സമ്പന്നരെ കുറിച്ചല്ല അവിടെ മഹിമ പാടുന്നത്. तो ये समझने की बात है, ഇതെല്ലാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് അല്ലെ. അതായത് ഇവിടെ നമ്മള് സമ്പന്നരാകുക എന്നുള്ളതൊന്നുമല്ല കാര്യം അല്ലെ. ബാബ പറഞ്ഞില്ലേ, നിർധനരുടെ 1 തുട്ട് പൈസയും സമ്പന്നരുടെ അല്ലെ 1 രൂപയും ബാബയ്ക്ക് സമാനമാണ്. രണ്ടും തുല്യമായിട്ടാണ് കാണുന്നത്. दोनों का वर्षा इतना ही मिलता है. 2 പേർക്കും ഒരേപോലെ തന്നെയായിരിക്കും സ്വഭാവയിൽ നിന്ന് സ്വത്ത് ലഭിക്കുന്നത്. തും കഹെങ്കെ ഹം പെലെ പെലെ സബ്സെ സാഹുക്കാർ ദേ. നമ്മൾ കുട്ടികൾക്ക് അറിയാം, നമ്മൾ ആദ്യം സത്യയുഗത്തില് ഏറ്റവും സമ്പന്നരായിരുന്നു. ഫിർ യഹാ ജ്ഞാനി ഭി നമ്പർ 1 ഉഠായേങ്കെ.
എന്നാൽ ഇവിടെ നമ്മൾ ജ്ഞാനവും നമ്പർ വാർ ആയിട്ടാണ് നേടുന്നത്. വഹാ പദവി നമ്പർ വാർ പായെങ്കിൽ അല്ലെ, പദവിയും നമ്മൾ നമ്പർ വാർ ആയിട്ടാണ് പ്രാപ്തമാക്കുന്നത്. മാബാപ്പോ പൂര ഫോളോ കർണായി, ഇവിടെ മാതാപിതാവിനെ പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യണം. ജैसे बाबा पुरुषार्थ कर ऊंच पद पाते हैं तो मम्मा बाबा भी सर्विस करते हैं. ബാബ പറയാണ്, ബാബ പുരുഷാർത്ഥം ചെയ്ത് നമ്പർ 1 ഉയർന്ന പദവി കരസ്ഥമാക്കും. മമ്മയും ബാബയും സേവനം ചെയ്യുന്നുണ്ട്. തുമാരി ഏഹേ റുഹാനി സേവ, നമ്മൾ കുട്ടികളുടേത് എന്താണ്? ആത്മീയ സേവനമാണ്. ഘർ ഘർ മേ സന്ദേശ് പഹുച്ചാൻ, ഓരോ വീട്ടിലും ബാബയുടെ സന്ദേശം എത്തിക്കണം. जो कोई ऐसा ना कहे हमको बाप के आने का संदेश ही नहीं मिला. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പറയരുത് എന്താണ് അല്ലെ, ബാബ വരുന്നതിന്റെ സന്ദേശം എനിക്ക് ലഭിച്ചില്ല. ഓ യാദ് കേസെ കരേ അല്ലെ, എങ്ങനെ ബാബയെ ഓർമ്മിക്കും? तो जो कुछ कहानियां भी हैं शास्त्रों में ही वो भगवान को भी उल्हना दिया. ബാബ പറയാണ്, എന്തെല്ലാം ശാസ്ത്രങ്ങളില് ഏതെല്ലാം കഥകളുണ്ടോ അല്ലെ, ഭഗവാൻ എന്താണ് അതെല്ലാം കേട്ടിട്ട്, ശാസ്ത്രങ്ങളിലുള്ള കഥകളെല്ലാം കേട്ടിട്ടേ ഭഗവാനോടാണ് പരാതി. ഇസ്ലിയെ സബ്കോ മാലൂം പഠനാ ചാഹിയേ അല്ലെ, ബാബയുടെ സന്ദേശം എല്ലാവർക്കും ലഭിക്കണം, അല്ലെങ്കിൽ ബാബയെ എങ്ങനെ ഓർമ്മിക്കും? അതുകൊണ്ട് എല്ലാവരും ബാബ വന്നത് അറിയേണ്ടത് ആവശ്യമാണ്. ടൈം തോടാഹേ, സമയം വളരെ കുറച്ചേ ഉള്ളൂ. ദിൻ പ്രതിദിൻ പ്രദർശനി മേലെ ആദി സബ് ധൂം മച്ചാത്തി ജാതി ഹേ അല്ലെ, ബാബ പറയാണ്, ദിനം പ്രതിദിനം പ്രദർശനിയും മേളകളും എല്ലാം അല്ലെ നന്നായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. അബ് വിലായത് കെ അഖ്ബാരോ മേ പഠിത്താ ഹേ, ഫോറിൻ കൺട്രീസിലും പത്രങ്ങളിലും ഒക്കെ അല്ലെ നമ്മുടെ നോളേജ് കൊടുക്കാറുണ്ട്. शुरू में जब बट्टी बनी थी तो विलायत तक अखबार में नाम गया അല്ലെ, ബാബ പറയാണ്, നമ്മുടെ യജ്ഞത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ 14 വർഷത്തെ ബട്ടി ഉണ്ടായിരുന്ന സമയത്ത് അല്ലെ, ഫോറിൻ കൺട്രീസില് അവിടെയുള്ള പത്രങ്ങളിലെല്ലാം അല്ലെ ഇതെല്ലാം വന്നിട്ടുണ്ട്, നമ്മുടെ പേര് വന്നിട്ടുണ്ട്. अब फिर ये भी पड़ेगा कि खुद गॉडफादर आकर सबको लिबरेट कर रहे हैं. ബാബ പറയാണ്, ഇനി ഇതും വരണം, സ്വയം ഗോഡ്ഫാദർ വന്നിട്ട് എല്ലാവരെയും ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. कहते हैं और सब तरफ से बुद्धियोग तोड़ो, അതുകൊണ്ടാണ് പറയുന്നത് മറ്റെല്ലാ ഭാഗത്തു നിന്നും ബുദ്ധിയോഗം ഉപേക്ഷിക്കൂ. മുझे एक बाप को याद करो, അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. തും പാവൻപൻ മുക്തിധാം ചലി ജായി, അപ്പോൾ കുട്ടികള് പാവനമായിട്ട് മുക്തിധാമത്തിലേക്ക് പോകും. कोई तो अच्छी രീതി സമജിക്കർ യാദ് കർണേ ലഗ് പടേഗി, ചില കുട്ടികളാണെങ്കിൽ നല്ല പോലെ മനസ്സിലാക്കിയിട്ട് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കാൻ ആരംഭിക്കുന്നു. എന്നുവെച്ചാല് അല്ലെ, നമ്മള് നോളജ് കൊടുക്കുമ്പോ ചിലർക്ക് വേഗം മനസ്സിലാവും, അപ്പൊ അവര് നല്ല പോലെ മനസ്സിലാക്കിയിട്ട് അല്ലെ ബാബയെ ഓർമ്മിക്കാൻ ആരംഭിക്കും. ധർമ്മക്കെ ബഡേ ജോ ഹോങ്കെ വോ ഫിർ നമ്പർ വാർ ആത്തെ ഹേ, ബാബ പറയാണ്, ആരാണോ ധർമ്മ സ്ഥാപകർ അവര് നമ്പർ വാർ ആയിട്ടാണ് ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്. സഭി ധർമ്മം കാ ജാഡ് നിരാകാരി ദുനിയാസെ യഹാ ആകർ വൃദ്ധി കോ പാത്താ ഹേ, മുഴുവൻ ധർമ്മത്തിന്റെയും അല്ലെ അനേക ധർമ്മങ്ങളുടെ ഈ വൃക്ഷം നിരാകാരി ലോകത്തിൽ നിന്നും ആത്മാക്കൾ ഇവിടേക്ക് വന്നിട്ടാണ് വൃദ്ധിയെ പ്രാപ്തമാക്കുന്നത്. എന്നുവെച്ചാല് ഓരോ ധർമ്മവും സ്ഥാപിക്കപ്പെടേണ്ട സമയത്ത് അല്ലെ അത് സ്ഥാപിക്കുന്ന ആൾ ഇവിടേക്ക് വരികയും പിന്നെ ആ ശാഖയിലുള്ള അനുയായികളായ ആത്മാക്കൾ പുറകെ വരികയും അങ്ങനെ 1 by 1 ആയിട്ടല്ലേ വരുന്നത്. അപ്പൊ നിരാകാരി ലോകത്തിൽ നിന്നും ഇവിടേക്ക് വന്നിട്ടാണ് അല്ലെ ഈ വൃക്ഷം വൃദ്ധിയെ പ്രാപിക്കുന്നത്. ഫിർ പതിത ദുനിയാസെ ചലെ ജായെങ്കെ നിരാകാരി പാവം ദുനിയാൻ, പിന്നീട് നമ്മൾ ഈ പതീതമായ ലോകത്തിൽ നിന്നും മടങ്ങിപ്പോകും നിരാകാരിയായ പാവനമായ ലോകത്തിലേക്ക്. तो फिर हर एक अपने अपने समय पर ധർമ്മസ്ഥാപൻ കർണേ ആയെങ്കിൽ, പിന്നീട് ഓരോരുത്തരും അവരവരുടെ സമയത്ത് ധർമ്മസ്ഥാപനയ്ക്കായിട്ട് വരുന്നു. ഏ ബുദ്ധിമേ രേന ചെയ്യും, ഇതെല്ലാം കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. സത്യയുഗമേ ഏക് ഹി ധർമ്മത, സത്യത്തില് ഒരു ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നു. ഫിർ വൃദ്ധി ഹോത്തെ ഹോത്തെ അനേക ധർമ്മ അനേക മത് ഹോ ജാതി ഹൈ, പിന്നെ വൃദ്ധി ഉണ്ടായി അനേക ധർമ്മങ്ങൾ അനേക മതങ്ങൾ ഉണ്ടായി. തും ജാനത്തെ ഹോ യേ ഭാരത് അവിനാശി കണ്ടേ, ബാബ പറയാണ്, കുട്ടികളെ ഈ ഭാരതം അനശ്വരമായ ദേശമാണ്. ഇസ്മേ പ്രളയ കബ് ഹോഗ നഹി, ബാബ പറയാണ്,
ഇവിടെ പ്രളയമൊന്നും അല്ലെ ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഇൻ ബാത്തോ കോ സിമരൻ കർത്തേ രഹോ. ബാബ പറയാണ് അങ്ങനെ പ്രളയത്തിലൊന്നും ഈ ലോകം നശിച്ചു പോകുന്നില്ല. ഈ കാര്യങ്ങൾ കുട്ടികൾ സ്മരിച്ചുകൊണ്ടേയിരിക്കൂ. ബാബ നൽകുന്ന ജ്ഞാനം അല്ലെ കുട്ടികൾ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. ഏ തുമാരി ഈശ്വരീയ മിഷൻ സെന്റർ കുഴുത്തേ ജാത്തേ ഹെ. ഇത് നമ്മുടെ ഈശ്വരീയ മിഷനാണ് അല്ലെ. നമ്മുടെ സെന്റേഴ്സ് ഇങ്ങനെ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അബ് വിനാശ് ബി സാമനെ കടാ. ഇപ്പോൾ വിനാശവും തൊട്ട് മുന്നിൽ നിൽക്കാണ്. ഇൻ ആങ്കോ സെ ജോ കുച്ച് ദേഖേംഗെ വോ സത്യയുഗ് മേ കുച്ച് ഭി നഹി രഹേഗ. ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുണ്ടോ സത്യത്തില് ഒന്നും തന്നെ അവശേഷിക്കില്ല. ജംഗൾ ഹോ ജായിക. ബാബ പറയാണ് സത്യത്തില് ഇവിടെ കാണുന്നതൊക്കെ എന്താവും, കാടുകളൊക്കെ ആയിട്ട് മാറും അല്ലെ, പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളായിട്ട് മാറും. അബു തോടി സത്യവുമേ ഹോക. ബാബ പറയണ മൗണ്ട് അബു സത്യത്തിൽ ഉണ്ടാകുമോ? ദർക്കാർഹിനെ. സത്യത്തില് മൗണ്ട് അബു ഒന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഈ മന്ദിർ ആദി സബ് ബാദ് മേ ഭക്തി മാർഗമേ ബനേങ്കെ. ഇവിടെയുള്ള ക്ഷേത്രങ്ങളെല്ലാം പിന്നീട് ഭക്തി മാർഗത്തിലാണ് നിർമ്മിക്കുന്നത്. ഇത്തിരി ഊഞ്ചി പഹാടി പർ മന്ദിർ ബനാത്തെ. എത്ര ഉയർന്ന പർവ്വത മുകളിലാണ് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത്. ബാബ ബത്ലാത്തെ ഹെ മുझे भी जब साक्षात्कार हुआ था तो मैं पहाड़ी पर था. അല്ലെ, ബാബ മനസ്സിലാക്കി തരികയാണ് എപ്പോഴാണോ എനിക്കും സാക്ഷാത്കാരം ലഭിച്ചത്. ബ്രഹ്മബാബ പറയാണ് ഞാൻ അപ്പോൾ പർവ്വതത്തിന്റെ മുകളിലായിരുന്നു. അബുബി പഹാടി പർ ആക്കർ അനായാസി ബൈഠേ. ഇപ്പോഴും ഞാൻ ആ പർവ്വതം മുകളിൽ ചെന്ന് അനായാസം ഇരിക്കുന്നു. യഹാ ബൈഠേ ബൈഠേ തും സബ് കുച്ച് സുനേംഗെ ഓർ ദേഖേ. അല്ലെ, ഇവിടെ ഇരിക്കലേ തന്നെ നമ്മൾ എല്ലാം കേൾക്കുന്നു, എല്ലാം കാണുന്നു. यहाँ बैठे बैठे तुम सब कुछ सुनेंगे और देखेंगे. यहाँ बैठे साक्षात्कार हो सकता है कि कैसे आग लगती है, क्या क्या होता है. അല്ലെ, അപ്പൊ ബാബയ്ക്ക് അല്ലെ പർവ്വതത്തിന്റെ മുകളില് ആണ് എന്താണ് സാക്ഷാത്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോ ബാബ പറയുന്ന അതേപോലെ കുട്ടികളെ അന്ത്യത്തിലെ പർവ്വത മുകളില് നിങ്ങൾക്ക് സാക്ഷാത്കാരങ്ങൾ ലഭിക്കും. അപ്പൊ ബാബ അല്ലെ നല്ല ഈസി ആയിട്ട്, ബാബയ്ക്ക് നല്ല നീളല്ലേ, നല്ല നീണ്ട കാലം. ബാബ പർവ്വതത്തിന്റെ മുകളിൽ പോയിരുന്ന് അനായാസം ചെന്നിരുന്ന് അല്ലെ ബാബയെ ഓർമ്മിക്കുമായിരുന്നു. ബാബ ഈ സാക്ഷാത്കാരങ്ങളെല്ലാം കാണുമായിരുന്നു. അപ്പൊ ബാബ പറയാണ് അവിടെ പോയിട്ട് നമ്മളും ആ പർവ്വതത്തിന്റെ മുകളിൽ പോയിരിക്കണം അല്ലെ, നമുക്കും ആ സാക്ഷാത്കാരങ്ങളെല്ലാം ലഭിക്കും. ആത്മസമയത്ത് ലഭിക്കുന്നല്ലേ ബാബ. എങ്ങനെയാണ് ലോകത്തില് തീ പിടിക്കുന്നത്, ലോകത്തിന്റെ നാശം പ്രകൃതിക്ഷോഭങ്ങളിലൂടെ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു, എന്തെല്ലാം സംഭവിക്കുന്നു. റേഡിയോസേ അഖ്ബാരോ സേ സബ് കുച്ച് തും സുനേംഗെ. നമ്മളിപ്പോ എല്ലാം അറിയുന്നില്ലേ. നമുക്ക് സാക്ഷാത്കാരം എന്തുവാണ്? ലോകത്തിൽ എവിടെയെല്ലാം വിനാശം നടക്കുന്നുണ്ടോ, ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ വിനാശം നടക്കുന്നുണ്ടോ അതെല്ലാം റേഡിയോയിലൂടെയും ടിവിയിലൂടെയും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ബാബ സാക്ഷാത്കാരം തരേണ്ട കാര്യമില്ലല്ലോ. എന്നെല്ലാം നമ്മൾ നേരെ കണ്ടുകൊണ്ടിരിക്കുക എന്താ നടക്കുന്നത്. ടിവി മേ ബി തും ദേഖ് സക്തേ ഹോ. ടിവിയിലും നമുക്ക് കാണാൻ പറ്റും. ആകെ ചൽക്കർ ऐसी ऐसी चीजें निकालेगी जो घर बैठे सब दिखाई पड़ेगा. പറയാണ് ഇനി മുന്നോട്ട് പോകുമ്പോ അങ്ങനെയുള്ളതായിരിക്കും നിർമ്മിക്കപ്പെടുന്നത് സയൻസ്. വീട്ടിലിരിക്കുമ്പോ തന്നെ നമുക്ക് ലോകത്തിന്റെ നാനാഭാഗത്ത് നടക്കുന്ന സർവ്വ സംഭവങ്ങളും കാണാൻ പറ്റും. നടക്കുന്ന ഓരോ കാര്യം ആ സെക്കൻഡിൽ അറിയാൻ പറ്റും. റേഡിയോമേ കഹാ കഹാ ആവാസ് സുനായി പड़ता है. റേഡിയോയിലാണെങ്കിൽ ഇവിടത്തെ എല്ലാം ശബ്ദങ്ങളാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നേ. ഇതെല്ലാം മായയുടെ ഷോയാണ് അല്ലെ. ഇപ്പൊ ഒന്നും വേണ്ട, ടിവി വേണ്ട, റേഡിയോ വേണ്ട, കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ എല്ലാം അറിയാൻ പറ്റും അല്ലെ. ലോകം മുഴുവൻ മനുഷ്യന്റെ ഒരു വിരൽത്തുമ്പിലാണ്. എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. മനുഷ്യ സമസ്തേക്ക് ഏതോ സ്വർഗഹേ. പക്ഷെ ഇതെല്ലാം മായയുടെ ഷോയാ. ഇതെല്ലാം ഉണ്ടെങ്കിൽ ആളുകൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മള് സ്വർഗത്തിലാണ്. സ്വർഗത്തോ തബ് ഹോ സക്താ ഹേ ജബ് വിനാശം. സ്വർഗം ഉണ്ടാകുന്നത് എപ്പോഴാണ്? സ്വർഗം നിർമ്മിക്കപ്പെടുന്നത് ഇവിടെ വിനാശം വരുമ്പോഴേ. വിനാശം വന്നു കഴിഞ്ഞാൽ സ്വർഗം നിർമ്മിക്കപ്പെടുള്ളൂ. വഹാ മീട്ടെ പാനിപ്പർ മെഹലോണ്ടി അല്ലെ. സത്യയുഗത്തിലെ മധുരമായ നദിയുടെ കരയിലാണ് നമ്മുടെ കൊട്ടാരങ്ങൾ ഉണ്ടായിരിക്കുക. കഹാ പഹോഡിയം പർ ജാനകി ദർക്കാർ നഹി. അവിടെ പർവ്വത മുകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നിറയെ കുട്ടികൾക്ക് ആ സമയത്തൊക്കെ ബാബ കുട്ടികളെ പർവ്വതത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുന്ന് യോഗയൊക്കെ ചെയ്യില്ലേ. അപ്പോഴൊക്കെ നിറയെ കുട്ടികൾക്ക് ആ ആരംഭ കാലഘട്ടത്തിൽ നിറയെ കുട്ടികൾക്ക് സാക്ഷാത്കാരങ്ങളൊക്കെ ലഭിച്ചു. സദൈവ ബഹാരി മൗസം. ബാബ പറയുന്ന സത്യത്തിലാണെങ്കിൽ എപ്പോഴും വസന്തകാലമാണ് അല്ലെ. ആജ് ഗർമി ഹേ, ടണ്ടി ഹേ,
സബ്മേ ദുഃഖേ. ഇവിടെയാണെങ്കിൽ ഇന്ന് നല്ല ചൂടായിരിക്കും, നാളെ നല്ല തണുപ്പായിരിക്കും. എല്ലാറ്റിലും ദുഃഖമാണ്. നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ കണ്ടിട്ടില്ലേ, ചൂടാണെങ്കിൽ അതിഭീകരമായ പൊള്ളുന്ന ചൂട് അല്ലെ, കഠിനമായ ചൂട്. തണുപ്പാണെങ്കിൽ കഠിനമായ തണുപ്പ് അല്ലെ. അങ്ങനെയുള്ള എല്ലാ എക്സ്ട്രീമിലുള്ള കാലാവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ദുഃഖം നൽകുന്നു. കാലാവസ്ഥകളും എല്ലാവർക്കും ദുഃഖം കൊടുക്കുകയാണ്. സ്വർഗമേത്തോ ദുഃഖക്കാ നാമനഹി ഹോക. സ്വർഗത്തിലാണെങ്കിൽ ദുഃഖത്തിന്റെ പേരും അടയാളമോ ഇല്ല. തും ഏസി ജഗ ചലത്തിക്കോ. പാപ മക്കളെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് അല്ലെ. എന്നും വസന്തകാലവും നല്ല മധുരമായ നദിയുടെ തീരത്തായിരിക്കും നമ്മുടെ കൊട്ടാരങ്ങള് അല്ലെ. എത്ര മനോഹരമായ ഭൂമിയിലേക്കായിരിക്കും ബാബ നമ്മളെ കൊണ്ടുപോകുന്നത്. സ്വർഗഭൂമിയിലേക്ക് ബാബ കൊണ്ടുപോവുകയാണ്. അവിടെ ദുഃഖത്തിന്റെ പേരോ അടയാളമോ ഇല്ല. तो ये बुद्धि में है कि हमको ये शरीर छोड़ जाना है बाबा के पास. പക്ഷെ നമ്മുടെ ബുദ്ധിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, നമുക്ക് ഈ ശരീരം ഉപേക്ഷിച്ച് ബാബയുടെ അടുക്കിലേക്ക് പോകണം. അബ് ഹം ബാബ ദ്വാര രാജ്യം സ്വീകരിക്കുകയും. ഈ സമയത്ത് നമ്മൾ ബാബയിലൂടെ രാജ്യോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 5000 വർഷം പേലെ ബി സീക്കാത. 5000 വർഷം മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു. കഹത്തെ ഹേ ബാബ ആപ്കോ വഹി ഹോ അല്ലേ. നമ്മൾ എന്താ പറയുന്നത്? ബാബ ആ കൽപ്പ് മുമ്പ് ഞങ്ങൾക്ക് ലഭിച്ച അതേ ബാബ തന്നെയാണ് ഇത് എന്ന് നമ്മൾ പറയും. ബാബ ജാനത്തെ ഹേ ജിന്നോനെ കൽപ്പ് പേലെ രാജ്യഭാഗിപ്പായ പോലെ അഭിബിലേക്ക്. കുട്ടികൾക്ക് അറിയാം അല്ലെ, ബാബയ്ക്കും അറിയാം ആരാണോ കൽപ്പം മുമ്പ് രാജ്യഭാഗ്യം നേടിയത്, ചക്രവർത്തി പദവി നേടിയത്, ആ കുട്ടികളായിരിക്കും ഇപ്പോഴും പുരുഷാർത്ഥം ചെയ്ത് ആ പദവി നേടുന്നത്. तो ये ചക്ര ബുദ്ധി മേ ഹോനാ ചാഹിയെ. ഇവിടെ ഈ ചക്രം, സൃഷ്ടി ചക്രം നമ്മളുടെ ബുദ്ധിയിൽ കറങ്ങണം, ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ബരോബർ 5000 വർഷ പേലെ ഭാരത് മേ ദേവി ദേവതാവും കാ രാജ്യത. ബാബ പറയാണ് 5000 വർഷം മുമ്പ് ഭാരതത്തിൽ ദേവി ദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നു. ഫിർ ആധാ സമയക്കെ ബാദ് മായ കി പ്രവേശിത ഹുയി. അര കൽപ്പകാലത്തിന് ശേഷം അല്ലെ, പകുതി സമയത്തിന് ശേഷം മായ പ്രവേശിച്ചു, മായയുടെ പ്രവേശിത ഉണ്ടായി. ഓർ ധർമ്മ ആകെ, മറ്റോരോ ധർമ്മങ്ങളും ഇവിടെ വരാൻ തുടങ്ങി. ഫിർ ഭക്തി മാർഗം ശുരു ഹുവ. പിന്നീട് ഭക്തി മാർഗം അല്ലെ, 2 യുഗങ്ങൾ കഴിഞ്ഞപ്പോ മറ്റു ധർമ്മങ്ങൾ വരാൻ തുടങ്ങി, ഭക്തിമാർഗം ആരംഭിച്ചു, രാവണ രാജ്യം ആരംഭിച്ചു. ഏ ചിത്രം പർ സാഫ് സംജാ സക്തേ ഹേ. ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഏ ഭാരതിക്ക് ഹി കഹാനി. യഥാർത്ഥത്തിൽ ഇത് ഭാരതത്തിന്റെ കഥയാണ്, ഭാരതത്തിന്റെ ചരിത്രമാണ്, ഐതിഹ്യമാണ്. ഈ സദോ പ്രധാൻ സേ തമോ പ്രധാൻ കേസെ ബനെ. സദോ പ്രധാനമായ ദേവതകൾ എങ്ങനെയാണ് തമോ പ്രധാനമായി മാറിയത്, എങ്ങനെ തമോ പ്രധാനമായി തീർന്നു? ഫിർ ജബ് വിനാശ് കാ സമയ ഹോത്താ ഹെ സബ് വിനാശ് കാലെ വിപരീത ബുദ്ധി ഹോ ജാത്തെ. വിനാശത്തിന്റെ സമയം വരുമ്പോൾ, വിനാശകാലത്ത് എന്താണ്? വിനാശകാലത്ത് വിപരീത ബുദ്ധിയുള്ളവരായിട്ട് മാറാണ്. മേളെ പ്രദർശനിമേ ബഡി യുക്തി സെ ചിത്ര രത്ന ചായി. മേളയിലും പ്രദർശനികളിലും വളരെ യുക്തിയോടുകൂടി ചിത്രങ്ങൾ വെക്കേണ്ടത് ആവശ്യമാണ്. തുമാര യേ ജ്ഞാന ഹേ ഗുപ്ത്. നമ്മുടെ ഈ ജ്ഞാനം ഗുപ്തമാണ്. ഹത്യാർ ആദിക്ക് കോയി ബാത് നഹീ. ബാബ പറയാണ്, ഇവിടെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇവിടെ അല്ലെ എന്തിന്റെ ആവശ്യമില്ല? ആയുധങ്ങളുടെ ആവശ്യമില്ല. തും ബഹുത് സാധാരണ. നമ്മൾ വളരെ സാധാരണക്കാരാണ്. തും ചലത്തെ ഫിർത്തെ ഗുംത്തെ ബാപ്പോ യാദ് കരും. ബാബ പറയാണ്, നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴും ഓരോ സമയത്തും കുട്ടികള് ബാബയുടെ ഓർമ്മയിലിരിക്കണം. कोई तुम्हारे से पूछे तुम वेदों शास्त्रों को मानते हो तो बोलो हाँ जी, हम उनको अच्छी रीति जानते हैं. അല്ലെ, ബാബ പറയാണ്, ആരെങ്കിലും നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങൾ വേദശാസ്ത്രങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയണം, ഹാഞ്ചി, ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം. तो इनसे भगवान की प्राप्ति नहीं हो सकता. ഈ വേദശാസ്ത്രങ്ങൾ പഠിച്ചത് കൊണ്ടോ അരച്ചു കലക്കി കുടിച്ചത് കൊണ്ടോ ഒന്നും ഭഗവാനെ പ്രാപ്തമാകുന്നില്ല. ഈ സബ് ഭക്തിമാർഗ സാമഗ്രി. ഇതെല്ലാം ഭക്തിമാർഗത്തിന്റെ സാമഗ്രികളാണ്. വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് വലിയ പണ്ഡിതനായതുകൊണ്ട് ഒരിക്കലും ഭഗവാനെ ലഭിക്കില്ല. തോ സത്യുഗമേ സബ് പാവൻ ആത്മായെത്തി. സത്യുഗത്തിലാണെങ്കിൽ എല്ലാവരും പാവനമായ ആത്മാക്കളായിരുന്നു. ഗീത് ബി ഹെ നാ,
ജാഗ സജ്നിയ ജാഗ. അല്ലെ, ഗീതം എന്താണ്? ഉണരൂ പ്രിയതമകളെ ഉണരൂ, നൈ ദുനിയാമേ സബ് കുച്ച് നയാ. ബാബ പറയാണ് പുതിയ ലോകത്തിൽ എല്ലാം പുതിയതായിരിക്കും. ബാബ ആക്കർ നയി ദുനിയ കെ ലിയെ നയി നയി കഹാനിയ സുനാത്തെ. ബാബയാണെങ്കിൽ പുതിയ ലോകത്തിന് വേണ്ടിയിട്ട് പുതിയ, അല്ലെ, പുതിയ കഥയാണ് ബാബ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത്. പുതിയ ലോകത്തിന് വേണ്ടി പുതിയ കഥ കേൾപ്പിക്കുകയാണ്. സീൻ സീനറിയാം സബ് നൈഹു. ബാബ പറയാണ് നമുക്ക് അവിടുത്തെ സീനറികൾ പോലും, അവിടുത്തെ ഓരോ ദൃശ്യങ്ങൾ പോലും തികച്ചും എന്തായിരിക്കും? പുതിയതായിരിക്കും. സത്യത്തിൽ എല്ലാം തികച്ചും പുതിയതായിരിക്കും. ഇവിടത്തെ കാഴ്ചകളല്ല, അവിടുത്തെ കാഴ്ചകൾ പോലും നമുക്ക്, അല്ലെ, വളരെ പുതിയതായിരിക്കും. പ്രദർശനി മേ ആത്തെ ബഹുത് ഹൈ, ഒപ്പീനിയൻ ബി ലിഖ്തേ ഹൈ. പ്രദർശനി കാണാൻ നിറയെ പേര് വരുന്നുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ എഴുതുന്നുണ്ട്. ബഹുത് അച്ഛാ ഹൈ, യേ സബ്കാ സംജാനാ ചാഹിയേ, പരന്തു ഖുദ് കുച്ച് ഭി സമജ്തേ നഹീ. അല്ലെ, അവര് പറയും ഇത് വളരെ നല്ലതാണ്, അല്ലെ, ബാബ പറയണ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ പലപ്പോഴും എന്താണ്? സ്വയം ഒന്നും മനസ്സിലാക്കുന്നില്ല. അല്ലെ, അവര് പറയും അതായത് നല്ലത് വളരെ നല്ലതാണ്, എല്ലാവരും അറിയേണ്ടതാണ്, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നൊക്കെ പറയും. എന്നിട്ട് അവര് സ്വയം എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടോ? അവരൊന്നും ശരിക്കും, അവരതും പറഞ്ഞിട്ട് അവര് പോകും, അവര് പൊടി തട്ടി പോകും, പിന്നെ അവരെ കാണുക പോലും ഇല്ല. അപ്പൊ അവരൊന്നും മനസ്സിലാക്കുന്നില്ല. ഓട്ടോമേ കോയി മുഷ്കിൽ ഹി നിക്കൽത്തെ. കോടിയിൽ ചിലരാണ് ബാബയുടെ കുട്ടികളാകും, വിരളമായി. പരന്തു സർവീസ് തോ ഹുനി ഹി. പക്ഷെ സേവനം നടന്നുകൊണ്ടിരിക്കണം. ഡേർ പ്രജ ബനെ, നിറയെ പ്രജകൾ ഉണ്ടാകും. തും ബच्चे इस ज्ञान का सिमरन करते रहो, बहुत खुशी रहेगी. കുട്ടികള് ഈ ജ്ഞാനത്തിനെ സ്മരിച്ചോണ്ടേ ഇരിക്കണം, അളവറ്റ സന്തോഷത്തിൽ ഇരിക്കാൻ കഴിയും. ഏ ദുനിയാ ഹി ദുഃഖിക്ക്. ബാബ പറയാണ് ഈ ലോകം തന്നെ ദുഃഖത്തിന്റെ ലോകമാണ്. കാട്ടാപ്പട ദേവാല നിക്കല എർത്തുക്കേക്ക് പോയി, അല്ലെ, നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, പാപ്പരായി, ഭൂകമ്പം ഉണ്ടായി. സബ്കെ പൈസ കഥം ഉജ്ജായെങ്കിൽ അവരുടെ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? എല്ലാവരുടെയും തന്നെ സമാപ്തമാകും. തബ് കഹത്തെ കിൻകി ദബി രഹി ദൂൾ മേ സഫൽ കിസ്കി ഹോഗി. അല്ലെ, അതുകൊണ്ടാണ് പറയുന്നത്, അല്ലെ, എത്ര സമ്പത്തും ഇതെല്ലാം മണ്ണോട് മണ്ണായി കലർന്നു പോവും, അല്ലെങ്കിൽ കള്ളം കൊണ്ടുപോകും, അല്ലെങ്കിൽ രാജാവ് കൊണ്ടുപോകും, അല്ലെങ്കിൽ, അല്ലെ, പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടുപോകും. ജോ ഈശ്വരീയ സ്ഥാപനക്കെ കാര്യമേ ലഗാരഹി. അല്ലെ, ബാബ പറയണ ഈ സമയത്ത് കുട്ടികൾക്ക് തന്റെ സമ്പത്ത് ഈശ്വരീയ, അല്ലെ, സത്യയുഗത്തിന്റെ സ്ഥാപനയുടെ കാര്യത്തിൽ, ഈശ്വരീയ കർത്തവ്യത്തിന്റെ കാര്യത്തിൽ വിനിയോഗിക്കാൻ കഴിയും. ഏക ഈശ്വരീയ ബാങ്ക്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരീയ ബാങ്ക് ആണ്. ജോ ഇൻമേ ജിത്തന ഡാലെ ഉത്തര ജമാ ഹോത്തെ ഹൈ. ഓരോ കുട്ടികളും, അല്ലെ, ബാബയ്ക്ക് വേണ്ടി എത്രമാത്രം ചെയ്യുന്നുവോ, അല്ലെ, എത്രമാത്രം സഫലമാക്കുന്നുവോ, അത്രയും എന്താ സംഭവിക്കുന്നത്? എത്രയോ മടങ്ങ് കുട്ടികളിൽ വന്ന് നിറയുകയാണ് ചെയ്യുന്നത്. जितना जिसने कल्प पहले डाला होगा वो उतना ही विश्व का शिव बाबा की गोलक में डालेंगे. അല്ലെ, ബാബ പറയാണ് കൽപ്പം മുമ്പ്, അല്ലെ, കുട്ടികള് എന്തുമാത്രം ബാബയ്ക്ക് വേണ്ടി ചെയ്തിരുന്നുവോ അതുപോലെ തന്നെ ഇപ്പോഴും ബാബയ്ക്ക് വേണ്ടി കുട്ടികൾ ചെയ്യും, ബാബയുടെ ഭണ്ഡാരിയിൽ ഇടും. तो इसका रिटर्न नई दुनिया में 21 जन्मों के लिए मिलेगा. അപ്പൊ കുട്ടികള് ബാബയ്ക്ക് വേണ്ടി ഏതെല്ലാം പ്രകാരത്തിലുള്ള സേവനങ്ങൾ കുട്ടികൾ ചെയ്യുന്നുവോ എല്ലാത്തിനും ബാബ റിട്ടേൺ ആയിട്ട്, അല്ലെ, പുതിയ ലോകത്തിൽ 21 ജന്മങ്ങളിലേക്കാണ് നൽകുന്നത്. ഈ ജന്മത്തിലും ലഭിക്കുന്നു, പിന്നെന്താണ് 21 ജന്മങ്ങളിലേക്ക് നമുക്ക് ലഭിക്കുന്നു. तो भक्ति मार्ग में शिव बाबा की गोलक में डालते हैं तो अल्पकाल का क्षणभंगुर सुख मिलता है. ഭക്തി മാർഗത്തിൽ കൊണ്ടുപോയിട്ട്, അല്ലെ, ശിവന്റെ ഭണ്ഡാരയിലും ഒക്കെ ഇടുമ്പോ അവിടെ എന്താ അല്പകാലത്തെ ക്ഷണഭംഗുരമായ സുഖം മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. ഇവിടെയാണെങ്കിൽ, അല്ലെ, ബാബ അതിന്റെ എത്രയോ മടങ്ങ് കുട്ടികൾക്ക് നൽകുകയാണ്. അല്ലെ, ഒരിക്കലും അല്പകാലത്തെ ക്ഷണഭംഗുരമായ സുഖമല്ല, സദാകാലത്തേക്കുള്ള സുഖമാണ് ബാബ നൽകുന്നത്. യഹാ തോ ഡയറക്റ്റ് ശിവ ബാബ സ്വർഗ സ്ഥാപന കർ രഹേ. ഇവിടെ ഡയറക്റ്റ് ശിവ ബാബ വന്നിട്ട് സ്വർഗസ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ് 21 ജന്മങ്ങളിലേക്ക് വേണ്ടി. ഭക്തി മാർഗമേ അല്പകാലക്ക സുഖ നരകമേ പിടിക്കുക. ഭക്തി മാർഗത്തിലാണെങ്കിൽ അല്പകാലത്തെ സുഖം നരകത്തിൽ ലഭിക്കുന്നു. फिर मैंने भी अच्छे चाहिए किसी को दुख नहीं देना चाहिए. കുട്ടികളുടെ പെരുമാറ്റം വളരെ നല്ലതായിരിക്കും, ആർക്കും തന്നെ ദുഃഖം കൊടുക്കാൻ പാടില്ല. നഹിത്തോ ഞാൻ ബദ്നാം കർ ദേംഗെ. ഇല്ലെങ്കിൽ കുട്ടികള് ബാബയ്ക്ക് പേരുദോഷം ഉണ്ടാകും.
അല്ലെ? ബാബയുടെ പേര് ചീത്തയാക്കും. കവി ക്രോധനഹി കർണ ചെയ്യേ, കുട്ടികളെ ക്രോധിക്കാൻ പാടില്ല ഒരിക്കലും, അല്ലെ? ദേഹാഭിമാനമേ ആനസേ പാപത്ത് ഹോത്തേ ഹി, ദേഹാഭിമാനത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് പാപങ്ങൾ ഉണ്ടാകുന്നത്. ബാപ് കെ ബനേ ഹോ തോ കഹത്തെ ഹോ ബാബ യേ സബ് കുച്ച് ആപ്കാ ഹി, ബാബയുടേതായിട്ട് മാറുമ്പോൾ പറയണം, അല്ലെ? കുട്ടികൾ പറയുന്നു, ബാബ എല്ലാം ഇതെല്ലാം അങ്ങയുടേതാണ് ബാബ, ഞാനും എന്റേതും എല്ലാം അങ്ങയുടേതാണ് ബാബ. സച്ചി ദിൽപർ സാഹേബ് രാജിപ്പോക, സത്യമായിട്ടുള്ള ഹൃദയത്തിലാണ് പ്രഭു പ്രസാദിക്കുന്നത്. ദിൽമേ കോയി കോട്ട് നഹി ഹോന ചായി, ബാബ പറയാണ്, ഹൃദയത്തില് ഒരു കുറവുകളും ഉണ്ടാകാൻ പാടില്ല, അല്ലെ? നമ്മുടെ ഹൃദയത്തില് യാതൊരു കുറവുകളും ഉണ്ടാകാൻ പാടില്ല. നഹിത്തോ ഓർഹി ഗിർത്തെ രഹെങ്കിൽ, എന്തെങ്കിലും ദുർഗുണങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, ബലഹീനതകൾ ഉണ്ടെങ്കിൽ, അല്ലെ, കുട്ടികളുടെ പതനം കൂടുതൽ കൂടുതൽ സംഭവിക്കും. तो तुम हो पैगंबर के बच्चे, तो तुम सबको पैगाम देते हो. നമ്മൾ ആരാണ്? സന്ദേശവാഹകനായ ബാബയുടെ കുട്ടികളാണ്. അതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ സന്ദേശം നൽകണം. ബാബാക്കർ സ്വർഗത്തെ സ്ഥാപന കർത്തേ, ബാബ വന്നിട്ട് സ്വർഗ സ്ഥാപന ചെയ്യുകയാണ്. ഉൻകാ സന്ദേശ് സബ്കോ ദേനാ, ബാബയുടെ സന്ദേശം എല്ലാവർക്കും നൽകണം. നയി ദുനിയ സ്ഥാപന ഹോ രഹി ഹൈ, उसके लिए जिनको രാജ്യം सीखना हो वो आकर सीखो, അല്ലെ? എല്ലാവരോടും എന്താ പറയേണ്ടത്? എന്ത് സന്ദേശം കൊടുക്കേണ്ടത്? പുതിയ ലോകം സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇവിടെ രാജയോഗം വന്ന് പഠിക്കണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും വന്ന് പഠിക്കാം എന്ന് പറയുന്നു, അല്ലെ? പുതിയ ലോകത്തിന് വേണ്ടി നമ്മൾ രാജയോഗം പഠിക്കും, ആർക്കും വന്ന് പഠിക്കാം. അച്ഛാ മീठे मीठे सिक्की लते बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते, रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. अंदर में कोई खोट हो तो उसे निकाल देना है. ഉള്ളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തു കളയണം, ഉപേക്ഷിക്കണം. ഉള്ളിൽ എന്ത് കുറവുകൾ ഉണ്ടെങ്കിലും അത് ഉപേക്ഷിക്കണം, പുറത്തു കളയണം. സച്ചിതിരഗ്നി, സത്യമായ ഹൃദയമുള്ളവരായിരിക്കണം, സത്യമായ ഹൃദയമുള്ളവരായിട്ട് മാറണം. ദേഹാഭിമാൻ മേ ആകർ കഭി ക്രോധ നഹി കർനാ ഹൈ, ദേഹാഭിമാനത്തിലേക്ക് വന്നിട്ട് ക്രോധിക്കാൻ പാടില്ല, ദേഹാഭിമാനത്തിലേക്ക് വന്ന് ക്രോധിക്കാൻ പാടില്ല. सेकंड पॉइंट, जब भी फुर्सत मिले याद की यात्रा में रह कमाई जमा कर, സമയം ലഭിക്കുമ്പോഴെല്ലാം ഓർമ്മയാകുന്ന യാത്രയിലിരുന്ന് സമ്പാദ്യം നിറയ്ക്കണം. സമയം ലഭിക്കുമ്പോഴെല്ലാം ഓർമ്മയാകുന്ന യാത്രയിലിരുന്ന് സമ്പാദ്യം നിറയ്ക്കണം. वरदानम, संपूर्ण समर्पण की विधि द्वारा अपनेपन का अधिकार समाप्त करने वाले समान साथी भव. സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ വിധിയിലൂടെ എന്റേതെന്ന അധികാരത്തെ, സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ വിധിയിലൂടെ എന്റേതെന്ന അധികാരത്തെ സമാപ്തമാക്കുന്ന സമാനമായ കൂട്ടുകാരായി ഭവിക്കും. അപ്പൊ ബാബയില് സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ വിധിയിലൂടെ എന്റേതെന്ന അധികാരത്തെ സമാപ്തമാക്കുന്ന സമാനരായ കൂട്ടുകാരായി ഭവിക്കും. जो वायदा है कि साथ रहेंगे साथ चलेंगे साथ में राज्य करेंगे, അല്ലെ? നമ്മുടെ അല്ലെ, ബാബയുടെ വാഗ്ദാനമാണ്, കൂടെ ഉണ്ടായിരിക്കും, അല്ല, ബാബയുടെ जो वायदा है कि साथ रहेंगे साथ चलेंगे
साथ में राज्य करेंगे, इस वायदे को तभी निभा सकेंगे जब साथी के समान बनेंगे. അല്ലെ, നമ്മളുടെ വാഗ്ദാനമാണ്. നമ്മള് അല്ലെ സംഗമയുഗം മുഴുവൻ ബാബയുടെ കൂടെ ഉണ്ടായിരിക്കും, കൂടെ നടക്കും, കൂടെ പോയി രാജ്യം ഭരിക്കും. ബാബ ഇങ്ങോട്ട് നമുക്ക് തിരിച്ച് വാഗ്ദാനം തന്നിട്ടുണ്ട്, സംഗമയുഗം മുഴുവൻ കുട്ടികളുടെ കൂടെ ഉണ്ടായിരിക്കും. അല്ലെ, സത്യയുഗം ത്രേതായുഗം മുഴുവൻ അല്ലെ ബാബ മുഴുവൻ കൽപ്പത്തിലും കുട്ടികളുടെ കൂടെ വരും, കൂടെ വന്ന് രാജ്യം ഭരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടികളും തിരിച്ച് ബാബയോട് എന്താ പറയുന്നത്? ബാബ ഞങ്ങളും സദാ ബാബയുടെ കൂടെ ഉണ്ടായിരിക്കും, ബാബയുടെ കൂടെ നടക്കും, അല്ലെ ബാബയുടെ കൂടെ രാജ്യം ഭരിക്കും. ഈ വാഗ്ദാനം നമുക്ക് നിറവേറ്റാൻ കഴിയണമെങ്കിൽ അല്ലെ നമ്മള് ബാബയാകുന്ന കൂട്ടുകാരന് സമാനമാക്കണം. ഈ വാഗ്ദാനത്തെ നമുക്ക് നിറവേറ്റാൻ കഴിയണമെങ്കിൽ നമ്മള് ബാബയാകുന്ന കൂട്ടുകാരന് സമാനതയിലേക്ക് വരണം. സമാനത ആയി സമർപ്പണദാസേ, സമാനത ഉണ്ടാകുന്നത് സമർപ്പണതയിലൂടെയാണ്. ജബ സബ് കുച്ച് സമർപ്പൺ കർ ദിയ തോ അപ്നാ വ അന്യ കാ അധികാർ സമാപ്ത് ഹോ ജാതാ ഹൈ. എപ്പോഴാണോ നമ്മൾ എല്ലാം സമർപ്പണം ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെയും മറ്റുള്ളവരുടെയും അധികാരം സമാപ്തമാകുന്നു. അപ്പൊ സമാനത ഉണ്ടാകുന്നത് സമർപ്പണതയിലൂടെയാണ്. എപ്പോൾ നമ്മൾ എല്ലാം സമർപ്പണം ചെയ്യുന്നുവോ അപ്പോൾ നമ്മുടെയും മറ്റുള്ളവരുടെയും അധികാരം സമാപ്തമാകാൻ. നമുക്കും അതിൽ അധികാരമില്ല, മറ്റുള്ളവർക്കും ഇല്ല. तो जब तक किसी का भी अधिकार है സർവ സമർപ്പണമേ കമി ഹേ. അഥവാ നമ്മുടെയോ മറ്റുള്ളവരുടെയോ ആരുടെയെങ്കിലും അധികാരം ഇപ്പോഴും ഉണ്ടെങ്കിൽ സർവസമർപ്പണത്തിൽ കുറവുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് സമാനമാകാൻ കഴിയില്ല. സർവസമർപ്പണം ചെയ്താലേ നമുക്ക് സമാനമാകാൻ കഴിയുള്ളൂ. इसलिए समान नहीं बन सकते, तो साथ रहने साथ उड़ने के लिए जल्दी जल्दी समान बनो. ബാബയുടെ കൂടെ വസിക്കാനും ബാബയുടെ കൂടെ പറക്കാനും വേഗം വേഗം നമ്മൾ ആരാകണം? സമാനരാകണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ബാബ എന്താ പറഞ്ഞത്? അല്ലെ, നമ്മളും ബാബയ്ക്ക് വാക്ക് കൊടുത്തു, ഞങ്ങള് കൂടെ ബാബയുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും, കൂടെ ഞങ്ങൾ നടക്കും. അല്ലെ, സംഗമയുഗത്തിൽ മുഴുവൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും, സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ബാബയുടെ കൂടെ വന്ന് രാജ്യം ഭരിക്കും. അല്ലെ, ഈ വാഗ്ദാനം നമുക്ക് നിറവേറ്റാൻ കഴിയണമെങ്കിൽ ബാബയാകുന്ന കൂട്ടുകാരന് സമാനമായി നമ്മൾ മാറണം. സമാനത ഉണ്ടാകുന്നത് സമർപ്പണതയിലൂടെയാണ്. എങ്ങനെ സമാനതയാകും? എല്ലാം സമർപ്പിക്കുമ്പോഴാണ്, സമർപ്പണതയാണ് സമാനതയിലേക്ക് കൊണ്ടുവരുന്നത്. എല്ലാം നമ്മൾ സമർപ്പിക്കുമ്പോൾ അല്ലെ, അവിടെ എന്താണ് നമ്മുടെ അധികാരം? നമ്മൾ എല്ലാം നമ്മൾ സമർപ്പിക്കുന്ന പറയുമ്പോ എന്റേതെന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്? ബാബയുടേതാക്കി മാറ്റുകയാണ്. അല്ലെ, അവിടെ ഒന്നും എന്റേതില്ല, എല്ലാം നിന്റേത് മാത്രമാണ്. അപ്പൊ അവിടെ എന്റേന്നുള്ള അധികാരം നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടേതെന്ന് വിചാരിക്കുന്ന ഒന്നിലും നമുക്ക് എന്തില്ല? എന്റേതെന്ന അധികാരം അവിടെ സമാപ്തമാക്കുകയാണ്. കാരണം എല്ലാം നിന്റെയാണ്. അപ്പോ മറ്റുള്ളവർക്കും അധികാരം പാടില്ല, നമുക്കും പാടില്ല. എപ്പോഴാണോ ആരുടെയെങ്കിലും അധികാരം, നമ്മുടെയോ മറ്റുള്ളവരുടെയോ അധികാരം അതിൽ അവശേഷിക്കുന്നത്, അവിടെ സർവസമർപ്പണതയിൽ കുറവുണ്ട്. അപ്പൊ നമുക്ക് ബാബയ്ക്ക് സമാനമാകാൻ കഴിയില്ല. അതുകൊണ്ട് ബാബയുടെ കൂടെ വസിക്കണമെങ്കിലും ബാബയുടെ കൂടെ പറക്കണമെങ്കിലും എന്താണ്? എളുപ്പം നമ്മൾ ആരാകണം? ബാബയ്ക്ക് സമാനമായി മാറണം. സ്ലോഗൻ अपने समय श्वास संकल्प को सफल करना ही सफलता का आधार है. തന്റെ സമയം, ശ്വാസം, സങ്കല്പം സഫലമാക്കുകയാണ് സഫലതയുടെ ആധാരം. തന്റെ സമയം, തന്റെ ശ്വാസം, സങ്കല്പത്തെ സഫലമാക്കുകയാണ് സഫലതയുടെ ആധാരം.